കേരളത്തിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് മെയ് 4 വരെയാണ്. ഈ മെയ് 4 വരെ ഒന്നും കാത്തിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട UDF നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. അവരിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് UDF ജയിക്കുമെന്നാണ്. എല്ലാവരുമല്ല, കുറേ പേരെങ്കിലും വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ജയിക്കുമെന്ന ആളുകൾ ഉറപ്പിച്ചിട്ടുള്ള ആളുകൾ ഇനി അഥവാ ജയിച്ചാൽ പോലും മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ ആകണം എന്ന് പറയുന്ന വാശിയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിൻ്റെ വലിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അടി ഏതാണ്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു കട്ടൻ റൈസറും ടീസറും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ചും കൂടി ആക്കം കൂട്ടിയത് ഏറ്റവും ആദ്യം കെ സുധാകരൻ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പക്ഷേ കെ സുധാകരൻ അല്ലട്ട് ആദ്യമായിട്ട് ഇത് പറയുന്നത് തെറ്റാണ്. കാരണം അതിനു മുമ്പ് തന്നെ മാത്യു കുഴൽനാടൻ ഒരു വെടിപൊട്ടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് MLA അല്ലാത്ത ആളുകൾക്കും വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ മാത്യു കുഴൽനാടൻ നിഷ്കളങ്കമായി നിയമപരമായി പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അറ്റ് ദ സെയിം ടൈം അത് കൃത്യമായിട്ട് ആരെ ഉദ്ദേശിച്ചാണെന്ന് കേൾക്കുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. കാരണം അത് ഉദ്ദേശിച്ചതൊക്കെ തന്നെ KC വേണുഗോപാലിനെയാണ്. അപ്പോൾ അതിനുശേഷമാണ് നമുക്കറിയാം കെ സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ ദീർഘദർശിയായ ദീർഘവീക്ഷണമുള്ള KCയെ പോലെയുള്ള ആളുകളെയാണ് മുഖ്യമന്ത്രിയായി കേരളത്തിന് ആവശ്യം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1-2 ആഴ്ചകൾക്ക് മുമ്പ് വരെ മുഖ്യമന്ത്രി ആരാകണമെന്ന് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല ആകണമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. പക്ഷേ കെ സുധാകരന് മനസ്സിലായി രമേശ് ചെന്നിത്തലക്ക് അത്ര വലിയ പിന്തുണയില്ല. അപ്പോൾ മുഖ്യമന്ത്രി ആകാൻ എന്താണെങ്കിലും ഇനി KC ആകണമെന്നാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം സതീശൻ എന്തായാലും വെട്ടിയേ തീരും എന്നുള്ളതാണ്. കാരണം സതീശനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. കൂടാതെ അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് പറയുന്ന ആഗ്രഹത്തിനെതിരെ വലിയ നിലപാടെടുത്തതും VD സതീശനാണ് എന്നുള്ളതൊക്കെ പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് എഴുതി. ആ പോസ്റ്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ഫേസ്ബുക്കിൽ ഇപ്പോൾ കിടക്കുന്നത് ഗംഭീരമായിട്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റുകൾ എഴുതിയതിന് ശേഷം മറ്റ് ചില ആളുകൾ ഇപ്പോൾ റോജി M ജോണും ഒക്കെ അഭിപ്രായമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഇത്തരത്തിൽ റോജി M ജോണും മറ്റേ അനിത ബാബു എന്ന് പറയുന്ന കഴിഞ്ഞ തവണ കായംകുളത്ത് നിന്ന് മത്സരിച്ച കാൻഡിഡേറ്റും പഴകുളം മധുവും ഇത്തരത്തിലുള്ള ആളുകൾക്ക് തന്നെ രംഗത്തേക്ക് വന്നു. ഇങ്ങനെ രംഗത്തേക്ക് വരാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമല്ല കാര്യമായത്. ഇതിൽ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. യഥാർത്ഥത്തിൽ UDFന്റെ സഖ്യകക്ഷിയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അനൗദ്യോഗിക സഖ്യകക്ഷിയാണ്. അവർ എപ്പോഴും നിഴലായി കൂടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടയാളെന്ന് പറയുന്നത് VD സതീശനാണ്. കാരണം VD സതീശനാണ് അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്ന ഒരു വാദമൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരെ വൈറ്റ് വാഷ് ചെയ്ത് എന്ത് ചെയ്തത് വാഷിംഗ് മെഷീനിലിട്ട് ഈ പറഞ്ഞ പോലെ കഴുകി പുറത്തേക്കെടുത്ത്. അപ്പോൾ അങ്ങനെ പുറത്തേക്കെടുത്തതിനെ നന്ദി കാണിക്കാൻ വേണ്ടി അവരൊക്കെ കൂടി ഒരു ചർച്ച നടത്തുമ്പോൾ ഒരു KC വേണുഗോപാലിനെ അപഹസിക്കുന്ന നിരവധി കമന്റുകൾ അങ്ങോട്ട് നിർത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ആരുടെ PR വർക്കാണ് എന്ന് KC വേണുഗോപാലിന് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചാനലുകൾ പോലും PR വർക്ക് ചെയ്യുകയാണെന്നും അത് ആർക്ക് വേണ്ടിയാണെന്നും മനസ്സിലാക്കിയുള്ള KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്രയും പേർ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി റോജി M ജോണും പഴകുളം മധുവും അനിത ബാബുവും എല്ലാവരും കൂടി അഭിപ്രായം പറഞ്ഞു. കാരണം KC വേണുഗോപാൽ അങ്ങനെ മോശപ്പെട്ട ഒരാളല്ല, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്നുള്ള ലെവലിലേക്ക് വലിയ അഭിപ്രായങ്ങളുമായിട്ട് എത്തി. എന്ന് പറഞ്ഞാൽ എൻ്റെ സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പിണറായി എങ്ങനെ മാറിയില്ലെങ്കിൽ ഇവരാരെങ്കിലും ഓടിച്ചെന്ന് കസേരയിൽ കയറി ഇരിക്കുവാന്ന് പോലും എനിക്ക് പേടിയുണ്ട്. കാരണം 4 വരെയൊന്നും വെയിറ്റ് ചെയ്യാൻ ഇവർക്ക് വയ്യ. കാരണം ഇവർ ഈ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കട്ടൻ റൈസർ നേരത്തെ തന്നെ KC വേണുഗോപാലൊക്കെ കാണിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് കപ്പ കഴിക്കുന്നതുമായിട്ട് ചില PR ഒക്കെ ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നമുക്കറിയാം ഒരു മറ്റേ ഒരു സാധാരണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവരിൽ ആരെങ്കിലുമൊക്കെ തന്നെ ഒരു വെള്ളമുണ്ടെടുത്ത് ജോലിക്ക് വന്നാൽ വെള്ളമുണ്ടെടുത്ത് അവരാരും താഴെ ഇരിക്കില്ല. പക്ഷേ KC വേണുഗോപാൽ താഴെ ഇരിക്കുകയും നിങ്ങൾക്കൊന്നും കസേരയില്ലല്ലോ അപ്പോൾ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് താഴെ ഇരിക്കുകയും അവരോടൊപ്പം ഇരുന്ന് കപ്പ കഴിക്കുകയും പിന്നീട് മറ്റേ സൊമാറ്റോയും അതുപോലെ സ്വിഗ്ഗിയുള്ള ഏതൊരു പയ്യൻ്റെ പുറകിൽ കയറി പോവുകയും ആ ഡെലിവറി ബോയ്സിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുകയും പിന്നീട് ഒരു വീട്ടിൽ ചെന്ന് അവരുടെ കലത്തിലൊക്കെ കൈയിട്ട് നക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു PR ആയിരുന്നു. പക്ഷെ അത് PR ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ആരും വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ചുകൂടി നല്ല ആളുകൾ അദ്ദേഹം PR ഏൽപ്പിക്കേണ്ടതാണ്. പക്ഷെ സതീശനെ കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് PR ഏൽപ്പിച്ചത്. അത് മീഡിയ വണ്ണിനെയും ഈ പറഞ്ഞ പോലെ C ദാവീദിനെയും ഒക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് KC വേണുഗോപാലിൻ്റെ ഒരു ഇമേജ് ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള ചില ഡയലോഗുകൾ അതിനകത്ത് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാവരും തന്നെ KC വേണുഗോപാലിനെ അനുകൂലിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സണ്ണി ജോസഫും അതുപോലെ തന്നെ കെ മുരളീധരനും ഒക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ
അടി മൂത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിന്. പക്ഷെ ഭൂരിപക്ഷം ഉണ്ടാകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സതീശൻ ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണ്ട, മെയ് 4 കഴിയട്ടെ, അതുപോലെ നമ്മൾ അനങ്ങണ്ട എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. പക്ഷെ അവരുമൊക്കെ പ്രതിരോധിച്ചു തുടങ്ങിയിരിക്കുന്നു, അവരുമൊക്കെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം കെ സുധാകരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ സതീശൻ അനുകൂലികളുടെയൊക്കെ വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. വലിയ അറ്റാക്കാണ് കെ സുധാകരനെതിരെ പോലും നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്നത് വലിയ തോതിൽ സൈബർ അണികളും അതുപോലെ തന്നെ വലിയ സംവിധാനങ്ങളും KS ബ്രിഗേഡും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും തരിപ്പണമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഉറപ്പായും വിചാരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ്. അത് ഏറ്റവും ആദ്യം നേരത്തെ നടത്തിയിട്ടുള്ള PR മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടതുവരെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ്ട് 95 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ 60ഓളം സീറ്റുകളിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പുള്ള സ്ഥാനാർത്ഥികളാണുള്ളത്. മറ്റു ചിലരൊക്കെ വിചാരിക്കുന്ന അവരുടെയും കൂടി സ്ഥാനാർത്ഥികളാണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാനാർത്ഥികളാണ് ഈ 60ഓളം സ്ഥാനാർത്ഥികൾ. ഒരു 10-20ഓളം സ്ഥാനാർത്ഥികളാണ് ആകെ VD സതീശന് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 4-5 സ്ഥാനാർത്ഥികൾ അടൂർ പ്രകാശിനും അതുപോലെ എല്ലാവർക്കും വേണ്ടി ബാക്കിയുള്ളതൊക്കെ തന്നെ വീതം വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മഹാഭൂരിപക്ഷം പേര് തന്നെ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അതുകൊണ്ട് തലയെണ്ണി പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ KC വേണുഗോപാലിന് വലിയ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കിട്ടിയാൽ അദ്ദേഹം എവിടെന്നെങ്കിലും തെരഞ്ഞെടുക്കപ്പെടേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് 6 മാസത്തിനകം. അതോടൊപ്പം നമ്മൾ പേടിക്കാനില്ല. ഇരിക്കൂറിലെ സജീവ് ജോസഫ് അദ്ദേഹത്തിന് ഉറ്റ അനുയായിയാണ്. അദ്ദേഹത്തെ അവിടുന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മുൻകൂട്ടി അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് രാജിവെപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കുകയും ഇരിക്കൂറിൽ നിന്ന് വളരെ എളുപ്പത്തിൽ KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരികയും ചെയ്യും. കൂടാതെ സജീവ് ജോസഫിനെ വേണമെങ്കിൽ ഇവിടെ വീണ്ടും 2 ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി വരും. ഒന്ന് അവിടെ നിന്ന് സജീവ് ജോസഫ് രാജിവെക്കുമ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പ് വരും. കൂടാതെ KC വേണുഗോപാൽ ഇവിടെ രാജിവെക്കുമ്പോൾ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ആലപ്പുഴയിൽ സജീവ് ജോസഫിനെ നിർത്തി മത്സരിപ്പിക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക്, അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് അയക്കും. ഈ പറയുന്നത് ഇദ്ദേഹം MLA ആയിട്ട് ഇവിടെ തുടരും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളും പ്ലാനും ഒക്കെ വളരെ കൃത്യമായി കാൽക്കുലേറ്റഡ് ആയി മൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം വന്നാലും കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മോശപ്പെട്ട ആളാണെന്നൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് വലിയ പാരമ്പര്യമുണ്ട്, അദ്ദേഹത്തിന് വലിയ പ്രവർത്തന പരിചയമുണ്ട്, മന്ത്രിയായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, AICCയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വലിയ പോസ്റ്റ് ആണെങ്കിലും അതിനേക്കാൾ ആളുകൾ വിലമതിക്കുന്ന വലിയ ഹോൾഡ് കിട്ടുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അത് തനിക്ക് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഫേവറബിൾ ആയിട്ടുള്ള ഈ സിറ്റുവേഷനിൽ തന്നെ അദ്ദേഹം ഇത് ചാടി പിടിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ VD സതീശനോട് ഏറ്റവും കുഴപ്പമില്ലാത്തൊരു പോർട്ട്ഫോളിയോ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറയും, ഈ കൂടെ നിൽക്കാൻ പറയും. ചിലപ്പോൾ ഇനി K സുധാകരൻ നമുക്ക് കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഇതായിരിക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള വൺ. രമേശ് ചെന്നിത്തലയെ വെച്ചിട്ടും, രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ പോലും VD സതീശന്റെ കീഴിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നതിനേക്കാൾ അദ്ദേഹം പ്രിഫർ ചെയ്യുക തീർച്ചയായിട്ടും ഈ പറയുന്ന KC വേണുഗോപാലിന്റെ കീഴിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ ശുഭപര്യവസായി ആകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ 4-ാം തീയതിക്ക് മുമ്പ് തന്നെ പരസ്പരം വെട്ടി ഇവരെന്ത് ചെയ്യുമോ, വലിയ പരിക്കുകൾ വരുത്തുമോ എന്നുള്ളതാണ് നമ്മുടെ പേടി.